ഹായ് ഹലോ ലേൺ ആൻഡ് ഗ്രോ വിത്ത് ആയിഷു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ കാലത്ത് ഏറ്റവും റെയറായിട്ട് കാണാൻ കഴിയുന്ന ഒന്നാണ് ട്രൂ ലവ്. എന്നാൽ നിങ്ങളെ ആരെങ്കിലും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് കണ്ടെത്താനുള്ള ചില എളുപ്പ വഴികളായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഒന്നാമത്തെ സൈൻ എന്താണെന്ന് നോക്കാം. നിങ്ങളെ ആരെങ്കിലും ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിക്കുന്നത് എങ്കിൽ നിങ്ങളുടെ സൈഡിൽ തെറ്റുണ്ടെങ്കിൽ പോലും അവർ നിങ്ങളോട് വന്നിട്ട് സോറി പറയും. അതായത് നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു വ്യക്തിയായിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് വഴക്കിട്ടു, എന്നാൽ നിങ്ങളുടെ സൈഡിൽ തന്നെയാണ് തെറ്റ്. ഇതറിഞ്ഞിട്ടും ആ ഒരു വ്യക്തി വന്നിട്ട് നിങ്ങളോട് തന്നെ സോറി പറയുകയാണ്. ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തി നിങ്ങളോട് വന്ന് സോറിയൊക്കെ പറയുന്നുണ്ട് എങ്കിൽ അതിൻ്റെ അർത്ഥം ആ ഒരു വ്യക്തി നിങ്ങളെ ആത്മാർത്ഥമായിട്ടാണ് പ്രണയിക്കുന്നത് എന്നതാണ്. കാരണം ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നം വന്നാലും നിങ്ങളെ ഒരിക്കലും നഷ്ടമാകരുത്, അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും അവരുടെ ജീവിതത്തിൽ നിന്നും പോവരുത്. ഇതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ തെറ്റ് ചെയ്താൽ പോലും ആ വ്യക്തി വന്നിട്ട് നിങ്ങളോട് തന്നെ സോറി പറയുന്നത്. ഇത് ആത്മാർത്ഥ പ്രണയത്തിൻ്റെ ലക്ഷണമാണ്. ഇനി രണ്ടാമത്തെ സൈൻ എന്താണെന്ന് നോക്കാം. സെക്കൻഡ് സൈൻ എന്ന് പറയുന്നത് അവർ മെസ്സേജ് അയക്കുകയാണ് നിങ്ങൾക്ക്. നിങ്ങൾ മെസ്സേജ് അയച്ച് കണ്ടു, എന്നാൽ നിങ്ങൾ റിപ്ലൈ ഒന്നും കൊടുക്കുന്നില്ല. ഇങ്ങനെ ഒരു 30 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് അവർ വിളിക്കുകയാണ്. നീ എന്താണ് എൻ്റെ മെസ്സേജ് കണ്ടിട്ട് റിപ്ലൈ തരാത്തത് എന്നും പറഞ്ഞിട്ട് അവർ നിങ്ങളെ വിളിക്കുകയാണ്. ഇത്തരത്തിൽ നിങ്ങളുടെ മെസ്സേജ് അല്ലെങ്കിൽ കോളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ കാരണം അറിയാൻ വേണ്ടി അവർ നിങ്ങളെ വിളിക്കുന്നുണ്ട് എങ്കിൽ ഇത് ആത്മാർത്ഥ പ്രണയത്തിൻ്റെ ഒരു ലക്ഷണം തന്നെയാണ്. ഇനി തേർഡ് പോയിന്റ് എന്താണെന്ന് നോക്കാം. മൂന്നാമതായിട്ട് വരുന്നത് വേറെ ഒന്നുമല്ല, എന്നെ എത്രമാത്രം ഇഷ്ടമുണ്ട് എന്നുള്ളൊരു ചോദ്യം. അതായത് നിങ്ങളുടെ കൂടെയുള്ള വ്യക്തി ഇടയ്ക്കിടയ്ക്ക് നിങ്ങളോട് ചോദിക്കുകയാണ്, നീ എന്നെ എത്രമാത്രം പ്രണയിക്കുന്നുണ്ട്, നിനക്കെന്നെ എന്തോരം ഇഷ്ടമാണ്. ഇങ്ങനെ അവർ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളോട് ചോദിക്കുന്നുണ്ട് എങ്കിൽ ഇത് ആത്മാർത്ഥ പ്രണയത്തിൻ്റെ ഒരു ലക്ഷണം തന്നെയാണ്. ആ ഒരു ഇഷ്ടം, നിങ്ങളുടെ ഉള്ളിലുള്ളൊരു ഇഷ്ടം അല്ലെങ്കിൽ ആ ഒരു പ്രണയം എത്രമാത്രമാണ് എന്ന് അറിയാൻ അവർക്ക് എപ്പോഴും താല്പര്യമുണ്ടായിരിക്കും. അതുകൊണ്ടാണ് നീ എന്നെ എത്രമാത്രം പ്രണയിക്കുന്നുണ്ട് അല്ലെങ്കിൽ സ്നേഹിക്കുന്നുണ്ട് എന്നൊക്കെ അവർ വന്നിട്ട് നിങ്ങളോട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നത്. ഇതും ആത്മാർത്ഥ പ്രണയത്തിൻ്റെ ഒരു ലക്ഷണം തന്നെയാണ്. ഇനി നാലാമത്തെ സൈൻ എന്താണെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ഇതൊരു പുതിയ യൂട്യൂബ് ചാനലാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അതേപോലെ തന്നെ വീഡിയോക്ക് ലൈക്ക് കൂടി ചെയ്യണേ. പിന്നെ ഇതൊന്നും അറിയാതെ നടക്കുന്ന നിങ്ങൾ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ടാവുമല്ലോ, അവർക്കൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ആരും മറക്കരുത്. നമ്മുടെ നാലാമത്തെ സൈൻ എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, വഴക്കൊക്കെ ഉണ്ടാക്കിപ്പോയാലും ഒന്നും അറിയാത്തതുപോലെ വന്ന് കുറച്ച് കഴിയുമ്പോൾ നിങ്ങളോട് സംസാരിക്കും. അതായത് ഭയങ്കരമായിട്ട് വഴക്കിട്ടു, കുറേ നേരം നീണ്ടു നിൽക്കുന്നൊരു വഴക്ക്, എന്നിട്ട് നിങ്ങൾ അവരെ വേണ്ട എന്നും പറഞ്ഞിട്ട് പോവുകയാണ്. എന്നാൽ നിങ്ങൾ അവരുടെ അടുത്തുനിന്ന് മാറി ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും അവർ വന്ന് മിണ്ടുകയാണ്. നീ എന്താ മാറിയിരിക്കുന്നേ? ആ ഒരു വഴക്കുണ്ടായതുപോലും അവർക്ക് ഓർമ്മയില്ല. ഇത്തരത്തിൽ ഒരു വഴക്കൊക്കെ ഇട്ടിട്ട് ഒന്നും സംഭവിക്കാത്തതുപോലെ വന്ന് അവരായിട്ട് നിങ്ങളുടെ അടുത്ത് സംസാരിക്കുകയാണ്, അല്ലെങ്കിൽ വന്ന് സോറി പറയുകയാണ്. ഇങ്ങനെയൊക്കെ അവർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആത്മാർത്ഥ പ്രണയത്തിൻ്റെ ഒരു ലക്ഷണം തന്നെയാണ്. അവർ നിങ്ങളെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. നിങ്ങളുടെ വിഷമം അല്ലെങ്കിൽ പിണക്കം ഒന്നും അവർക്ക് സഹിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. നിങ്ങൾ എപ്പോഴും അവരുടെ കൂടെ ഉണ്ടാവണം എന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരാൾ നിങ്ങളുടെ കൂടെ ഉണ്ട് എങ്കിൽ നിങ്ങൾ ഒരിക്കലും അവരെ വിട്ടുകളയരുത്. കാരണം അവർക്ക് നിങ്ങൾ അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുള്ളായി തന്നെ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത ദിവസം ഇതിൽ നല്ലൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.